ഇവിടുത്തെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ഈസ് -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ഈക്വൽ ടു 1 ഈസ് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10 ആണ്. ആൻഡ് ദിസ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. കാരണം ഇവിടെയുള്ള ഫംഗ്ഷന്റെ ഇവിടെയാണ് നമ്മൾ എക്സ് എടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -1 എന്നാണ് വരിക. ബട്ട് -x എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റർവെല്ലിൽ വരും. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. അതിന്റെ നെഗറ്റീവ് ആണ് നമ്മളുടെ എഫ് ഓഫ് -x എന്ന് പറയുന്നത്. ഫോർ എഫ് ഓഫ് -x equal to -f of x എന്നാണ് വരുന്നത്. therefore this function is an odd function. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സൈൻ സീരീസ് ആണ് ഉണ്ടാവുക. സൈൻ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സിഗ്മ n equal to 1 to infinity bn sin nπx by p എന്നുള്ളതാണ് വരിക. പക്ഷെ ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറഞ്ഞത് -π to π ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത് ശരിക്കും പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അതിന്റെ ഹാഫ് അതായത് 2π/2 അതായത് പൈ ആണ് നമ്മുടെ പി എന്ന് പറയുന്നത്. അപ്പൊ പിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ മുകളിലേക്കും താഴത്തേക്കും പി പോയിട്ടാണ് സൈൻ nx എന്നായി മാറിയത്. ഇനി ബി എൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബി എൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ അവിടെ ഫോർമുല പറഞ്ഞിരുന്നു. 2/p ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അത് ഈവൻ ഫംഗ്ഷൻ ഈവൺ ഇൻറ്റു ഓഡിന്റെ ഓട് ഈവൺ ആയതുകൊണ്ട് നമ്മൾ 2 ടൈംസ് 0 to p എന്ന് എഴുതുന്ന ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പഠിച്ചു നോക്കുന്ന ആ ഫോർമുലയിൽ തന്നെയാണ്. അതെന്നെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു മാറ്റം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. 2/p into -0 to p f of x sin nπx by p dx that is equal to 2/π into നമ്മുടെ p എന്ന് പറയുന്നത് പൈ ആണ്. -0 to π f of x sin nx dx. f of x എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 to π എന്നുള്ള ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ഈ ഇന്റർവെല്ലിൽ വാല്യൂ 1 ആണ്. അപ്പോൾ വാല്യൂ 1 കൊടുക്കുന്നു. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. കോസൈൻ പൈയുടെ വാല്യൂ ആണ് ഈ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. അവർ ഫോറിയർ സൈൻ സീരീസ് ഈസ് 2/π into bn ന്റെ വാല്യൂ ഇവിടെ കൊടുത്ത് സൈൻ nx. പിന്നെ ഇതിൽ തന്നെ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള റിസൾട്ട് ആണ് ഇത്. ഇനി ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഹാഫ് റേഞ്ച് എക്സ്പാൻഷനിൽ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഇന്റർവെല്ലിൽ തരിക -p to p എന്നുള്ള രൂപത്തിലാണ്. ബട്ട് എപ്പോഴും അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇന്റർവെല്ലിൽ 0 to l എന്നുള്ള രൂപത്തിലും തരാറുണ്ട്. അപ്പൊ 0 to l തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്നുകിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഈവൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡ് പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ 0 l എന്നുള്ള ഇന്റർവെല്ലിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഈവൺ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെങ്കിൽ വി എക്സ്റ്റെൻഡ് അവർ ഗിവൺ എഫ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് യൂസിംഗ് ദ ഫോർമുല ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എൽ. ഇത് ഓൾറെഡി തന്നിട്ടുള്ള അതേപടി എഴുതുന്നു. ദെൻ അടുത്ത ഇന്റർവെല്ലിൽ -l to 0 നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് -x എന്നാണ്. അപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. കാരണം എഫ് ഓഫ് -x എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഫോർ നമുക്ക് ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഓൾസോ യൂസ് ദ ഫോർമുല എഫ് ഓഫ് എക്സ് പ്ലസ് 2l ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ആൻഡ് സോ വി കുഡ് ഫൈൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ സീരീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈവൻ ഫംഗ്ഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കൊസൈൻ സീരീസ് ആണ് ഉണ്ടാവുക. സോ യു വിൽ ഗെറ്റ് കൊസൈൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0l യൂസിംഗ് ദ ഫോർമുല എഫ് ഓഫ് എക്സ് ഇക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos nπx/l. a0 എന്ന് പറയുന്നത് 2/l into -0 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് dx. That is equal to 2/l into -0 to l. ഈ ഇന്റർവെല്ലിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് എക്സ് dx വരും. an അതേപോലെ തന്നെ 2/l into -0 to l എഫ് ഓഫ് എക്സ് cos nπx/l dx. ഇനി ഇതേപോലെ സൈൻ സീരീസ് നമുക്ക് എഴുതാൻ പറ്റും. സൈൻ സീരീസ് എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇപ്പൊ 0l എന്നുള്ള ഇന്റർവെല്ലിലാണ് തന്നിട്ടുള്ളതെന്ന് ഇരിക്കട്ടെ. അതിനെ നമ്മൾ ഓഡ് പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആൻഡ് വി ഡിഫൈൻ ദ ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ g of x of small f of x as capital G of x is equal to f of x equal 0 less than x less than l equal to 0 if x equal to 0 and f minus f of minus x if minus l less than x less than 0. ഈ രൂപത്തിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി അത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ ജി ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് സൈൻ സീരീസ് എക്സ്പെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സൈൻ സീരീസ് എക്സ്പെൻഷന്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് കൊറിയർ സീരീസ് നെക്സ്റ്റ് കൊറിയർ സീരീസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ -l എന്നുള്ള പീരീഡിലാവുമ്പം അതിന്റെ എന്താണ് കൊറിയർ സീരീസ് ആയിട്ടാണുള്ള ഫോർമുലയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. a0/2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos nπ2nπx/l. അതായത് l ഈക്വൽ ടു ഈ ഒരു മാറ്റമാണ് വരുന്നത്. 2p ഈക്വൽ ടു l ആണ്. ഇപ്പൊ നമ്മളിവിടെ
ഇക്ക് പകരം കൊടുക്കേണ്ടത് എന്താ L/2 എന്ന് വരും. അപ്പൊ ആ 2 ആണ് ഇവിടെ മുകളിൽ വന്നിട്ടുള്ളത്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ സാധാരണ ഫൊറിയറിന്റെ ഫോർമുല തന്നെ എഴുതാം. ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല് ഇക്ക് പകരം L/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല ആയി. അപ്പൊ ഇവിടെ 2n πx/L bm ഈസ് ഈക്വൽ ടു സൈൻ 2nπx/L. ഓക്കെ. ഇനി ഇവിടെ നോട്ട് കാണാനുള്ള ഫോർമുല 2/L × 0 ബേസ് n is equal to 2/L ഉണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും മാറ്റേ ഉള്ളൂ. -p to p എന്നുള്ളത് 2 ടൈംസ് 0 to L എന്നുള്ളതാവും. അതുപോലെ ഇവിടെയും p എന്നുള്ളതിന് പകരം നമ്മൾ L/2 എന്ന് കൊടുക്കുക. അപ്പോൾ 2 മുകളിൽ വരും, താഴെ L വരും. ഇത്രയേ ഉള്ളൂ. ഫോർമുലാസ് ഒക്കെ അതേപോലെ തന്നെ. ഇനി അതിന്റെ പ്രോബ്ലംസും അതേപോലെ തന്നെ. എക്സ്പാൻഡ് ദ ഫോളോവിങ് ഫംഗ്ഷൻ ഇൻ കൊസൈൻ സീരീസ്, ഇൻ സൈൻ സീരീസ് ആൻഡ് ഇൻ ഫോറിയർ സീരീസ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ടു വിച്ച് ഈച്ച് സീരീസ് കൺവേർജസ്. അപ്പൊ നമ്മളിവിടെ എല്ലാ സീരീസും കണ്ടുപിടിക്കണം. കൊസൈൻ സീരീസ് വേണം, സൈൻ സീരീസ് വേണം, കൊറിയർ സീരീസ് വേണം. എന്നിട്ട് അതിന്റെ ഗ്രാഫും വരക്കണം. എന്നിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി പറയണം. f of x 1 minus x equal to 0 less than equal to x less than equal to 1 equal to 0 if 1 less than equal to x less than equal to 0. അപ്പൊ ഇവിടെ ഹാഫ് റേഞ്ച് ഹിയർ f of x is defined in the interval ഓപ്പൺ 0 ക്ലോസ്ഡ് 2 ആൻഡ് സോ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. therefore L equal to 2 ആണ്. and hence the cosine series of f has the form f of x equal to n1/2 plus sigma n equal to 1 to infinity an cos n/x/2. ഓക്കെ. ഇതിന്റെ കൊസൈൻ സീരീസിലെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാം. നോട്ട് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. അതിലെ f of x ഇട്ട് കൊടുക്കും. നമുക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഇന്റർവെൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 0 to 1, 1 to 2. പക്ഷെ 0 to 1 to 2 ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ഇന്റർവെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 0 to 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂണ് 1/2. എനും അതേപോലെ ഈ ഫോർമുലയിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന വാല്യൂ 4/n² ആണ്. And therefore substituting in the equation f of x ന്റെ ഇക്വേഷൻ കൊസൈൻ സീരീസിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ രൂപത്തിലാണ് അതിന്റെ കൊസൈൻ എക്സ്പാൻഷൻ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അതേ സെയിം ഫംഗ്ഷന്റെ സൈൻ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. അപ്പൊ സൈൻ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ക്യാപിറ്റൽ f of x നമുക്ക് ഇവിടെ ഇതിനെ ഓഡ് ഫംഗ്ഷൻ ആക്കി മാറ്റുന്നു. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു സോറി ഇതിന്റെ കൺവേർജൻസ് കൂടി പറയാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഡിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ കൊസൈൻ സീരീസ് നമ്മൾ എഴുതി. ഇനി അതിന്റെ കൺവേർജൻസ് പറയാനായിട്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ക്യാപിറ്റൽ f of x എന്താണെന്നുള്ളത് ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഇത് ഈക്വൽ ടു സ്മോൾ f of x ഇൻ ദി ഗിവൺ ഇന്റർവൽ ഈക്വൽ ടു f മൈനസ് എക്സ് ഇൻ ദി എന്താണ് ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ ഇന്റർവെല്ലിൽ ഇവിടെ 0 to 2 ആണെങ്കിൽ -2 to 0 f മൈനസ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതിന്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്. 0 മുതൽ 1 വരെ 1 - 6 ആണെന്നും 1 മുതൽ 2 വരെ 0 ആണെന്നും ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി -1 മുതൽ 0 വരെ എന്ന് പറയുന്നത് -1 മുതൽ 0 വരെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ദിസ് ഫോർമുല f of മൈനസ് എക്സ്. അതായത് 0 to 1 നമുക്ക് ഓൾറെഡി വാല്യൂ ഉണ്ടല്ലോ. അതിൽ എക്സിന് പകരം -6 കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായി മാറി 1+6 ആയി മാറി. അങ്ങനെയാണ് ഈ ഇന്റർവെൽ കിട്ടിയത്. പിന്നെ അടുത്ത ഇന്റർവെല്ലും അതേപോലെ തന്നെ ഇവിടെ 0 തന്നെയാണ്. അപ്പോൾ സെയിം 0 തന്നെ. മറ്റേ അതിന്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ സൈൻ സീരീസ് കണ്ടുപിടിക്കാം. സൈൻ സീരീസിന്റെ ഫോർമുല എഴുതി bn sin nπx/L ഓൾറെഡി നമുക്ക് ഈ ടൈപ്പിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാനിതൊന്ന് ഓടിച്ച് പറയുന്നുള്ളൂ. bnന്റെ ഫോർമുല എഴുതി എല്ലിന്റെ വാല്യൂസും എക്സിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ വാല്യൂ കിട്ടും. സോ അഗൈൻ ആ വാല്യൂസ് സൈൻ സീരീസിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുന്നത്. ഇനി അത് എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈൻ സീരീസ് വാലിഡ് ആവുന്നത് സൈൻ സീരീസ് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓഡ് ഫംഗ്ഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണിത്. ക്യാപിറ്റൽ g of x is equal to small f of x equal to 0 less than x less than L equal to 0 if x equal to 0 or L minus f of minus x equal minus L less than x less than 0. then ആ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഗ്രാഫാണ് വരച്ചത്. ഈ ഫോറിയർ സീരീസ് ഓൾറെഡി ഹാഫ് റേഞ്ചിന്റെ ഫോറിയർ സീരീസിന്റെ ഫോർമുല നമുക്ക് ഇവിടെ എഴുതിയിട്ട് അറിയാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എനോട്ടിന്റെയും എന്നിന്റെയും ബി എന്നിന്റെയും ഫോർമുല ബി എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ അതിന്റെ എല്ലാ ഫോർമുല നമുക്കറിയാം. ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ ആ വാല്യൂസ് എല്ലാം ആ കോഫിഷ്യൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഫോറിയർ എക്സ്പാൻഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇതാണ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ. ഇനി ഈ ഫംഗ്ഷൻ ഈ ഫോറിയർ സീരീസ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. തന്നിട്ടുള്ള ഇന്റർവെല്ലില് ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻ ചെയ്തോന്ന് നോക്കിയിട്ട്
ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻ ചെയ്തതിൽ നമുക്ക് 0 to 2 ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ 0 to 2 1ലാണ് അവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ 1 എന്നുള്ളതില് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ് വരും. അപ്പൊ അവിടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ എൻ പോയിന്റ്സിലുള്ളത് മാത്രം നോക്കിയാൽ മതിയാവും. ഇത് അപ്പൊ എൻ പോയിന്റ്സ് 0-2 ആണ് അവിടുത്തെ എൻ പോയിന്റ്സ്. അപ്പൊ ആ ഇന്റർവെല്ലിലുള്ള എല്ലാ പോയിന്റ്സിലും ഈ കൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് എൻ പോയിന്റ്സിൽ 0-2 ആവറേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ആവറേജ് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. f(2 - + f(0 + ഹോൾ ഡിവൈഡ് ബൈ 2). അപ്പൊ അതിന്റെ ഫോർമുല എഴുതി അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 1/2 എന്നാണ് കിട്ടുന്നത്. ആൻഡ് തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഫൊറിയർ എക്സ്പാൻഷൻ നമ്മളിതിന് = 1 - x 0 < x < 1 = 0 1 < x <2 1/2 x = 0 to f of x plus t = ആ രീതിയിലാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രോബ്ലം f of x = x സ്ക്വയർ 0 < x <l കൊസൈൻ സീരീസ് ആണ്, സൈൻ സീരീസ് ആണ്, ഫൊറിയർ സീരീസ് ആണ്. നമ്മളിപ്പോ നേരത്തെ ചെയ്ത അതേപടി തന്നെയാണ്. ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് 0 to l തന്നെയാണ് തന്നിട്ടുള്ളത്. f of x = x സ്ക്വയർ ആണ്. f of x = a02 + sigma n = 1 * an cos nπx/l ആണ് കൊസൈൻ സീരീസിന്റെ ഫോർമുല. അതില് a0 നമ്മൾ സെപ്പറേറ്റ് ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ സൈൻ സീരീസും അതുപോലെ ഫോർമുല എഴുതി ആ ഫോർമുലയിൽ എല്ലിന്റെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് സൈൻ സീരീസ് എന്താണ് അതിന്റെ കോഎഫിഷ്യന്റ് bn കാൽക്കുലേറ്റ് ചെയ്യുന്നു. bn കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. അതില് എക്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, എല്ലിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കോഎഫിഷ്യന്റ് ആണിത്. അത് വെച്ചിട്ട് നമ്മളുടെ സൈൻ സീരീസ് എക്സ്പാൻഷൻ എഴുതി. ഫോറിയർ സീരീസ് എക്സ്പാൻഷന്റെ ഫോർമുല എഴുതി അതെല്ലാ കോഎഫിഷ്യൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ തിരിച്ച് അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളത്. അടുത്ത പ്രോബ്ലം അതേപോലെ തന്നെ ഫൈൻഡ് ദ ഹാഫ് റേഞ്ച്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാൻ. ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് കൊസൈൻ ആൻഡ് സൈൻ സീരീസ് ഓഫ് ദി ഫംഗ്ഷൻ f of x = π - x 0 < x < 5. അപ്പൊ കൊസൈൻ സീരീസ് ആദ്യം ഫോർമുല എഴുതി ദെൻ a0ഉം an കാൽക്കുലേറ്റ് ചെയ്തു. തിരിച്ച് അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ സീരീസിന്റെ ഫോർമുല എഴുതി. ഇവിടെ bn മാത്രം സൈൻ സീരീസിലുള്ള bn കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ bn തന്നെ എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈൻ സീരീസ് കിട്ടും. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി ഇതിലുള്ള സപ്ലിമെന്ററി പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. കോളേജ് തുറക്കുന്ന ദിവസം അതെല്ലാം കൂടെ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും.